ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ മൺചട്ടിയിൽ നല്ല വെണ്ടക്ക കറിയും മുളകിട്ടതാണ് കേട്ടോ. ചൂട് ദോശയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ തക്കാളി, ഉള്ളി, വെണ്ടയ്ക്ക, പച്ചമുളക് എല്ലാം മുറിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകിടാം. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി, ഉള്ളി, അതെല്ലാം, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അതിലേക്കിടാം. ഇനി നമുക്ക് ആദ്യം ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം. നമ്മൾ മൺചട്ടിയിൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും വരും. ഉള്ളിൻ്റെ ഒക്കെ നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ദോശൻ്റെ അരി കഴുകുന്നുണ്ട് കേട്ടോ. നന്നായി കഴുകിയെടുക്കണം. ഉള്ളീൻ്റെ കാര്യം മറക്കാൻ പാടില്ല കേട്ടോ, അതിനിടയ്ക്ക് ശ്രദ്ധ വേണം. അരി നന്നായി കഴുകിയെടുത്ത് നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. നന്നായി അരച്ച് വരണമല്ലോ, അപ്പോൾ നന്നായി അടിച്ചെടുക്കണം. അതിന് ഒരു ജാറിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ജീരകവും കുറച്ചുള്ളി, അങ്ങനെ ചെറിയ പീസ് ഉണ്ടാകുന്നില്ലേ, അങ്ങനെ ഉള്ളിയും ഇട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങയും ചേർക്കണം കേട്ടോ, അതിനു വേണ്ടിയാണ് ഈ തേങ്ങ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് വരണം കേട്ടോ. ഇതാ തേങ്ങയും കൂടെ അതിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മളെ തക്കാളിയും ഇതെല്ലാം ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിയും ഉപ്പും വെണ്ടയ്ക്കയും ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇതാ നമ്മളെ മാവ്, അരച്ചെടുത്ത മാവ് വന്നിട്ടുണ്ട്. കുറച്ച് അതിലേക്ക് വെള്ളം കൂടി ചേർക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ വെണ്ടയ്ക്കയിലൊരു പാകമായിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമുക്ക് ഇടാം അതിലേക്ക്. നന്നായി കുറുകി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൺചട്ടിയിലായതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ അടുത്ത നമുക്ക് ദോശ ചെയ്യാനുണ്ട്. ഞാൻ ദോശക്കല്ലിലാട്ടോ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ആദ്യം തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാവ് പതിയെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ദോശയും ഈ വെണ്ടക്ക കറിയും ഒന്നിച്ചിരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.